UDF സർക്കാരിന്റെ ബജറ്റ് വരാനിരിക്കുകയാണ്. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനുള്ള മാർഗങ്ങൾ തേടുന്ന UDF സർക്കാർ സ്വകാര്യ പങ്കാളിത്തത്തിനും വിദേശ നിക്ഷേപത്തിനും ബജറ്റിൽ ഊന്നൽ നൽകുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. ആഗോള നിക്ഷേപ സംഗമവും ലോക കേരള സഭയും പുതിയ പരിഷ്കരണങ്ങൾ വരുത്തി നടപ്പിലാക്കും. KSRTCയിലും KCBയിലും സ്വകാര്യ പങ്കാളിത്തത്തിനുള്ള സാധ്യതകളും തേടും. അതേസമയം അതിവേഗ റെയിൽപാത പ്രഖ്യാപനം ബജറ്റിൽ ഉണ്ടാകില്ലെന്നാണ് സൂചന. സാമ്പത്തിക പരാധീനതകൾക്ക് നടുവിൽ വാഗ്ദാനങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ വിഭവ സമാഹരണത്തിനായുള്ള പല മാർഗങ്ങൾ തേടുകയാണ് സർക്കാർ. ഒട്ടും ഭദ്രമല്ലാത്ത സാമ്പത്തിക സ്ഥിതി തുറന്നു കാട്ടുന്ന ധവളപത്രത്തിൽ കരകയറാനായി പല ശുപാർശകളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിൽ പ്രധാനം പൊതുമേഖലയിലെ സ്വകാര്യ പങ്കാളിത്തമാണ്. നഷ്ടത്തിലോടുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ KSRTCയും KSCBയും ജല അതോറിറ്റിയുമാണ് മുന്നിലുള്ളത്. പൊതുജന സേവനമായി പരിഗണിക്കപ്പെടുന്ന ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ അത്ര വേഗത്തിൽ സ്വകാര്യ നിക്ഷേപം കൊണ്ടുവരാനാകില്ല. ജല അതോറിറ്റിയെ അവശ്യ സർവീസിന്റെ ഗണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതിനാൽ സ്വകാര്യ നിക്ഷേപം പ്രായോഗികമല്ല എന്നാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ KSRTCയിലും KSCBയിലും പുതിയ പരിഷ്കരണ പദ്ധതികൾ നടപ്പാക്കിയാൽ ഇതിലൂടെ സ്വകാര്യ പങ്കാളിത്തം കൊണ്ടുവരാനാകും. അത്തരം സാധ്യതകൾ തേടുന്നതാകും ബജറ്റ്. വിദേശ നിക്ഷേപ സാധ്യത മുന്നിൽ കണ്ട് ആഗോള നിക്ഷേപക സംഗമം ഉടനടി വിളിച്ചു ചേർക്കാൻ ആലോചിക്കുകയാണ് സർക്കാർ. മുൻ സർക്കാരുകളുടെ കാലത്ത് ആഗോള നിക്ഷേപ സംഗമങ്ങൾ കൊട്ടിഘോഷിച്ച് നടപ്പാക്കിയിട്ടുള്ളതും പലതും വിജയിച്ചിട്ടുള്ളതുമാണ്. നിക്ഷേപകരെ ആകർഷിക്കുന്ന രീതിയിൽ വ്യാവസായിക അന്തരീക്ഷം സൃഷ്ടിക്കുന്ന പ്രഖ്യാപനങ്ങൾ ബജറ്റിലുണ്ടാകും. ആഗോള പ്രവാസി സംഗമത്തിനായി ലോക കേരള സഭ പുതിയ പരിഷ്കാരങ്ങൾ വരുത്തിയാകും UDF സർക്കാർ നടപ്പാക്കുക. ലോക കേരള സഭയെ പ്രോത്സാഹിപ്പിക്കുകയും ആകർഷകമാക്കുകയും ചെയ്യുന്ന പ്രഖ്യാപനങ്ങളും ബജറ്റിൽ പ്രതീക്ഷിക്കാം. കേരളത്തിൽ ഒരു അതിവേഗ റെയിൽപാത ഉണ്ടാകുമോ എന്നതിന്റെ ഉത്തരം ആദ്യ ബജറ്റിൽ പ്രതീക്ഷിക്കാനാകില്ല. അധികാരത്തിലെത്തിയ ഉടൻ തന്നെ സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കിയ UDF സർക്കാർ പക്ഷേ മറ്റൊരു രീതിയിൽ അതിവേഗ റെയിൽപാതയുമായി മുന്നോട്ടു പോകാൻ ആഗ്രഹിക്കുന്നു. ശ്രീധരന്റെ പദ്ധതി പഠിക്കാൻ 4-അംഗ സമിതിയെ നിയോഗിച്ചതും അതുകൊണ്ട് തന്നെയാണ്. പക്ഷെ അതിവേഗത്തിൽ പദ്ധതിയുമായി മുന്നോട്ടു പോകാനും അതിനുള്ള തുക കണ്ടെത്താനും നിലവിലെ സാഹചര്യത്തിൽ തടസ്സങ്ങൾ ഏറെയാണ്. എന്നാൽ വൻകിട പദ്ധതികളുടെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകില്ലെങ്കിലും അതിനായുള്ള ചുവടുവയ്പ് ബജറ്റിൽ കാണാനാകും. അൻഫിൽ ഡിസൂസ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.